15 കിലോ ഇനിയും കുറയ്ക്കാനുണ്ടെന്നുള്ള ബോധം വന്നപ്പോൾ മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫാസ്റ്റിംഗ് സമയത്ത് ഗ്രീൻ ടീ പോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് ജീരകവെള്ളം. ഇത് നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനും വിശപ്പ് കുറയ്ക്കാനും ഒക്കെ സഹായിക്കും. 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് റാഗി സേമിയ ഉപ്മാവാണ് എടുത്തിട്ടുള്ളത്. ഓട്സ് പോലെ തന്നെ റാഗിയും വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. ഇനി ലഞ്ചിന് ഒരു ചപ്പാത്തി, ഒരു ഓംലെറ്റ്, മത്തങ്ങ എരിശ്ശേരി, അതിന്റെ കൂടെ ചീരത്തോരനാണുള്ളത്. പിന്നെ എപ്പോഴത്തെയും പോലെ തേൻ ചേർത്തൊരു നാരങ്ങ വെള്ളവും ഒരു കുഞ്ഞു പേരയ്ക്കയും എടുത്തിട്ടുണ്ട്. വയറ് നല്ലോണം ഫുള്ളായെങ്കിലും വീട്ടിൽ നിന്ന് കൊടുത്തയച്ച ഈ ജാറ് കണ്ടപ്പോൾ എന്റെ കൺട്രോൾ പോയി. ഡയറ്റ് ആണല്ലോ എന്ന് ഓർത്ത് ഒരു ഉപ്പേരിയിൽ അങ്ങ് നിർത്തി. പിന്നെ വൈകുന്നേരം പഞ്ചസാര ഇടാത്തൊരു ചായ. ഇങ്ങനെ കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്താൽ വണ്ണം കുറയുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ 16 കിലോ കുറച്ചത്. എന്തായാലും ഈ ആപ്പിളൊക്കെ ഇരുന്ന് ചീത്താവുന്നു, ഇതൊന്നും എടുത്ത് കഴിച്ചൂടെ എന്ന് ചോദിച്ച ശ്രീത്തിന്റെ സങ്കടം മാറ്റാനായിട്ട് ഞാൻ 2 ആപ്പിൾ എടുത്തു. അതിന്റെ കൂടെ കുറച്ച് ഓട്സും പാലും ചിയാസീഡും വെള്ളവും കൂടെ ചേർത്തൊരു ഷേക്കാക്കി ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് കുടിച്ചു. അപ്പോഴത്തേക്ക് സമയം 7 മണി. ഇനി അടുത്ത ദിവസം രാവിലെ 11 മണി വരെ ഞാൻ ഫാസ്റ്റിംഗിലാണ്. എന്നെ 16 കിലോ കുറയ്ക്കാനായിട്ട് സഹായിച്ച മറ്റു ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് മറക്കാതെ ഫോളോ ചെയ്യണേ.